Good morning. Good morning, Miss. Good morning, all. Morning, Good ma'am. morning. Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. Morning. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning. Ma'am, prayer ചൊല്ലട്ടെ. Okay. എല്ലാവരും join ചെയ്യട്ടെ. ഒരു മിനിറ്റ് കൂടി കഴിയട്ടെ. Join Okay. ചെയ്യാൻ ഇനി ഉണ്ട്. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരാണ് ഇന്ന് പ്രയർ റെഡി ആക്കണേ? ശിബിലാശ്വരി. ആരാണ്? ശിബിലാശ്വരി. ഷിബിലാശ്വരി. ഓക്കെ. രണ്ട് ശിബിലാശ്വരനുണ്ടോ ഇതില്? ഇതില് ഫസ്റ്റ് പറഞ്ഞ ശിബിലാശ്വരി ഞാനായിരുന്നു. അതാ, ഞങ്ങൾ ചൊല്ലിക്കോളി, ഞാൻ പിന്നെ ചൊല്ലാം. ഓക്കെ, ആരാണ് മനസ്സിലായില്ല. ഷിബിലാശ്വരനാണോ ചൊല്ലണത്? അതെ. ഓക്കെ. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. ഓക്കെ, ഇനി ആരാണ് തോട്ട് ഓഫ് ദ ഡേ? ഇന്ന് ഞാനാണ് മിസ് അശ്വതി. ശരി, ഓക്കെ. പറയട്ടെ. Confidence and hard work is the best medicine to kill the disease called a failure. It will make a successful person. APJ Abdul Kalam. ഓക്കെ, മനസ്സിലാവും. Confidence and hard work is the best medicine to kill the disease called failure. It will make a successful person. ഓക്കെ, Okay, thank you. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരെയും? നല്ല വിശേഷം. സുഖാണ് മാം. സുഖമായിരിക്കുന്നു. ഫൈൻ. ഓക്കെ. അറിയാൻ മോണ്ടിസോറി എടുത്തിട്ട് വായിച്ചൊക്കെ നോക്കിയിരുന്നാ? നോക്കിയായിരുന്നു മാം. ഓക്കെ, നമ്മൾ എവിടെ വരെ എടുത്തത്? നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കണം കേട്ടാ. ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നും ആരെങ്കിലും സ്വന്തം ഓൺ വേർഡ്സിൽ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ മനസ്സിലായി എന്നൊന്ന് ഓൺ വേർഡ്സിൽ ഒന്ന് ചുരുക്കി ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ഞാൻ പറയാം മാം. ഓക്കെ. ഇംഗ്ലീഷിലാ മലയാളത്തിലാ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതി. നമുക്ക് ആ ഒരു ചെറിയ ഒരു പാരഗ്രാഫിൽ എന്താണ് മനസ്സിലായത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. എല്ലാവർക്കും ആയില്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ആരാ പറയണത്? ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടാ. പറയുന്ന ആള് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ആരില്ലേ? മാം തമന്ന. തമന്ന. ഓക്കെ.
ഓക്കെ തമന്ന. ഡോക്ടർ മരിയ മോണ്ടിസോറി 1870 ജനിച്ചു. 1952 1872 1952. ഫൗണ്ടർ ഓഫ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ ആയിരുന്നു ഡോക്ടർ മരിയ മോണ്ടിസോറി. അദ്ദേഹം ഷീ വാസ് ആൻ ഇറ്റാലിയൻ ഫിസിഷ്യൻ ആൻഡ് എഡ്യൂക്കേറ്റർ. പിന്നെ ഷീ ഇവോൾവ് ഹെർ എഡ്യൂക്കേഷണൽ ഫിലോസഫി ആസ് എ റിസൾട്ട് ഓഫ് ഹെർ ഒബ്സർവേഷൻ ഓൺ ഹൗ ചിൽഡ്രൻ നാച്ചുറലി ലേൺ. എങ്ങനെയാണ് കുട്ടികൾ സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതിൽ നിന്നാണ് മരിയ മോണ്ടിസോറി അവരുടെ എഡ്യൂക്കേഷൻ ഫിലോസഫി ഇവോൾവ് ചെയ്തത്. Through educating young, she recommended that a new generation of fulfilled and well-balanced adults would arise to lead the world towards peace. ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ആ സമയത്ത് ഈ വാറൊക്കെ നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല തലമുറയെ കൊണ്ടുവരാൻ, സമാധാനത്തിലേക്ക് നയിക്കാൻ അവര് റെക്കമെൻഡ് ചെയ്തു നമുക്ക് പുതിയ തലമുറയെ, ന്യൂ ജനറേഷനെ. ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു. ഓക്കെ തമന്ന അടിപൊളിയായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി ഒരാളും കൂടി ഒന്ന് പറഞ്ഞേ. ഒരാളും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഹലോ, ഞാൻ പറയാം. ഓക്കെ, ആരാണ്? രസ്ന. അതെ അതെ. ഓക്കെ. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയാൻ കാരണം എല്ലാവരും നമുക്കറിയില്ലല്ലോ ആരൊക്കെയായിരുന്നു. ഓക്കെ, മരിയ മോണ്ടിസോറി പറഞ്ഞാല് ഫൗണ്ടർ ഓഫ് മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ്. മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിന്റെ ഫൗണ്ടർ ആണ് മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി വളർന്ന കാലഘട്ടം എന്ന് വെച്ചാല് നമ്മളെ 2 വേൾഡ് വാറിന്റെ സമയത്താണ് മരിയ മോണ്ടിസോറിയുടെ ലൈഫ് പീരിയഡ് ഉണ്ടായിട്ടുള്ളത്. ആ സമയങ്ങളിൽ എന്ന് വെച്ചാല് എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം കുറവായിട്ടും അതുപോലെ നമ്മള് പോവേർട്ടി, ദാരിദ്ര്യം കൊണ്ടും മഹാമാരികൾ കൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മരിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്തത്. ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത് എന്ന് വെച്ചാല് കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട് അവരില് ഈ മെത്തേഡ്സ് ഒക്കെ ചെയ്ത് നോക്കി അത് സക്സസ് ആയി. അതിലൂടെയാണ് മരിയ മോണ്ടിസോറി ഇതുപോലൊരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് കുട്ടികളെ പഴയ ഒരു രീതിയിൽ പഠിപ്പിക്കാണ്ട് അവരുടെ ആ 5 സെൻസ് ഓഫ് ഓർഗൻസ് വെച്ച് അതിന്റെ യൂസേജ് വെച്ചിട്ട് ആ രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് മോണ്ടിസോറി മെത്തേഡിലൂടെ ചെയ്യുന്നത്. അത്രയാണ്. പിന്നെ പുതിയ ജനറേഷനിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവര് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് മരിയ മോണ്ടിസോറി ഇങ്ങനൊരു ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവന്നത്. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരണം. കാരണം നമ്മൾ ഈ മരിയ മോണ്ടിസോറിയുടെ ഇത് കഴിഞ്ഞ് പിന്നെ ഒബ്സർവേഷനും കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഓൺ വേർഡ്സിൽ ഇംഗ്ലീഷിൽ, നമുക്ക് ഇംഗ്ലീഷിൽ കറക്റ്റ് അങ്ങനെ ഇത് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് അത് നമ്മുടെ ഓൺ വേർഡ്സിൽ സ്വന്തമായിട്ട് എഴുതണം. അത് നിങ്ങളുടെ A4 ഷീറ്റിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരും. ഇപ്പോഴല്ല, നമ്മുടെ മരിയ മോണ്ടിസോറി കഴിഞ്ഞ് ഒബ്സർവേഷനും ഉണ്ട്. മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ, ഈ മോണ്ടിസോറി തുടങ്ങാനായിട്ട് കുട്ടികളെ കുറിച്ച് കുറെ ഒബ്സർവ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് എഴുതിയിട്ട് ഒരു 2 പേജ് A4 ഷീറ്റിൽ 2 പേജ് നമ്മൾ എഴുതണം. അതിപ്പോഴല്ല, ഞാൻ പറയും. അപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ്സിൽ എടുക്കുന്നത് നിങ്ങളുടേതായ രീതിയിൽ. ഇപ്പൊ നിങ്ങൾ മലയാളത്തിൽ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് കറക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതിപ്പോ നമ്മളിങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോൾ നമ്മൾ 2-3 പേര് ഇങ്ങനെ പരസ്പരം പറയുന്നത് ഓരോങ്ങനെ ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഒരു പാരഗ്രാഫ് ആയതുകൊണ്ട് ആർക്കും വലിയ ഇതൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങാം. ഓക്കെ, ഒരാൾ വായിച്ചേ. ആരാ വായിക്കണേ? ഞാൻ വായിക്കാനോ? അസൈൻമെന്റ്. ഓക്കെ, സിനു ചോദിച്ച് ഫസ്റ്റ് ക്ലാസ്സിലെ അസൈൻമെന്റ് ബുക്കിൽ എഴുതാനാ പറഞ്ഞത്. ഓക്കെ, അസൈൻമെന്റ് ബുക്കിൽ എഴുതാം. പക്ഷേ A4 ഷീറ്റ് നിങ്ങൾ ഇപ്പൊ പ്രസന്റ് ചെയ്യുമ്പോൾ ഇവിടെ A4 ഷീറ്റില് അസൈൻമെന്റ് ബുക്ക് എന്ന് പറയുമ്പോ എങ്ങനെയാണ് നിങ്ങളുടെ ബുക്ക്? സാധാരണ നോട്ട്ബുക്കാണോ, ചെറിയ നോട്ട്ബുക്കാണോ, അതൊരുവിധം വലിയ നോട്ട്ബുക്കാണോ? വലുതാണ് മാഡം. വലിയ ബുക്ക് ഉണ്ട് A4 ഷീറ്റ് അസൈൻമെന്റിന്റെ.
വലിയ ബുക്ക് ഒരു വലിയ ബുക്കാ മേടിച്ചു. A4 നോട്ടിൽ എഴുതണോട്ടാ. ഓക്കെ ഓക്കെ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞിരുന്നത് നോട്ട്ബുക്കും അസൈൻമെന്റ് ബുക്കും ആയിട്ട് മോണ്ടിസോറി തിയറി ആൻഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു നോട്ട്ബുക്ക്, ഒരു വലിയ നോട്ട്ബുക്ക് സെപ്പറേറ്റ് വേണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഷോർട്ട് നോട്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസോ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾ സെപ്പറേറ്റ് ബുക്കിലാണോ എഴുതേണ്ടത്, അതോ ഈ നോട്ട്ബുക്കിൽ തന്നെ ബേസ് ചെയ്താണോ എഴുതേണ്ടത്? അല്ല, അസൈൻമെന്റ് എന്ന് ഞാൻ പറയുമ്പോഴേ ഇപ്പൊ നമ്മള് A4 ഷീറ്റിൽ എഴുതണമെന്ന് പറഞ്ഞത് A4 ഷീറ്റിൽ നിങ്ങൾ പിന്നീട് സബ്മിറ്റ് ചെയ്യും. നമ്മളത് കാണുന്നില്ല, നിങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ A4 ഷീറ്റ് ആവുമ്പോ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവും, ഒരു കറക്റ്റ് കാണാനും എല്ലാവരും. ഇത് പല ബുക്ക് ആവുമ്പോൾ എന്താണെന്നറിയോ, ഒരാളുടെ ചെറിയ ബുക്ക്, ഒരാളുടെ വലിയ ബുക്ക്, ഇതിങ്ങനെ ഓൺലൈനിൽ വരുമ്പോ നമുക്ക് നോക്കുമ്പോ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാവില്ല. അപ്പൊ ഒരു വലിയ എല്ലാവരും ഒരു A4 ഷീറ്റ് ബുക്ക് പോലത്തെ ഒരു വലിയ ബുക്കാണെങ്കിൽ കറക്റ്റ് ഒരു 2 പേജ് എന്ന് പറയുമ്പോ, ഇപ്പൊ ചെറിയ നോട്ട്ബുക്ക് ആണെങ്കിൽ നമ്മൾ 2 പേജ് എന്ന് പറയുമ്പോൾ അതിൽ കണ്ടന്റ് കുറവായിരിക്കും, പെട്ടെന്ന് 2 പേജ് ആവും. A4 ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇതൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് മരിയ മോണ്ടിസോറിനെ കുറിച്ച് ഒരുപാട് നമ്മൾ ഇനി പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ഉണ്ട് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ജനിച്ചത്, അവളുടെ പഠിച്ചത് കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ ഒബ്സർവ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം 2 പേജാ പറയുന്നുള്ളൂ, മിനിമം 2 പേജ്. ശരിക്കും നമ്മള് പഠിച്ചു വരുമ്പോൾ ഒരു 5 പേജെങ്കിലും നമുക്ക് എഴുതാനുണ്ടാവും. അപ്പൊ ചെറിയ ബുക്ക് പറയുമ്പോൾ ഞാൻ എന്താണ്, ചെറിയ ബുക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ A4 ഷീറ്റ് ആകുമ്പോൾ നമുക്കറിയാം, A4 ഷീറ്റിന് സാധാരണ എല്ലാ A4 ഷീറ്റും ഏകദേശം ഒക്കെ ഒന്നായിരിക്കും. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നോട്ട്ബുക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരൂന്ന് പറഞ്ഞത് നമ്മുടെ പാഠങ്ങൾ എടുത്ത് ചാപ്റ്റർ എടുത്ത് തീരും. ഇതെടുത്ത് തീരുമ്പോൾ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരും. അത് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇട്ട് തരാം. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ കറക്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് എക്സാമിന് ഇവിടെ മോഡൽ എക്സാം ഉണ്ടാവും. ഓരോ എക്സാം ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ റിപ്പീറ്റ് വരാം, അതുപോലെ തന്നെ വരാം. അപ്പൊ നിങ്ങൾക്ക് അത് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും കറക്റ്റ് സമയത്ത്. ഓക്കെ, മോക്ക് ടെസ്റ്റ് ക്ലാസ് റൂമിലല്ല ഉണ്ടാവുക? ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് വരുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പിൽ മോക്ക് ടെസ്റ്റ് ഇട്ട് തരും. ക്ലാസ് റൂമിലാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത്. അതിപ്പോ വേണ്ട, ഞാനിവിടെ പറയുമ്പോൾ ക്ലാസ് റൂം ഞാൻ അവിടെ ചെന്ന് പറയും അവരോട് അസൈൻമെന്റ് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് അവര് അവിടുന്ന് തരും. ഞാൻ ഇവിടുന്ന് പറയുന്നത് കൂടാതെ ക്ലാസ് റൂമിൽ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ട് തരും. ഇത് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഞാൻ പറയുന്നില്ല മോണ്ടിസോറിനെ കുറിച്ചും അതിന്റെ ഒബ്സർവേഷനെ കുറിച്ചും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അത് നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ എഴുതാന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു. അത് തന്നെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ട് തരും. ആ ഇട്ട് തരുമ്പോഴ് നിങ്ങൾ ഒരു 3 വീക്കിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ചിലവര് അന്ന് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യണവർക്ക് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ 3 വീക്കിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ 3 വീക്കിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ ഇവർ ഇവിടുന്ന് ഇത് തരും. ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് കൺസിഡറേഷൻ ഉണ്ട്. നമ്മൾ ഈ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇനിയും അസൈൻമെന്റ് ഒരുപാട് വരും. നമ്മൾ ഈ കഴിയണനുസരിച്ച് നമ്മൾ വേഗം അസൈൻമെന്റ് തീർത്താൽ, ഇപ്പൊ ഞാൻ മാത്രമല്ല 2-3 ടീച്ചർമാര് വേറെ ഉണ്ട്. അപ്പൊ അവരും തരും അസൈൻമെന്റ്. എല്ലാവരും കൂടി ഒരുമിച്ച് അസൈൻമെന്റ് തരുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ പറയുന്ന അസൈൻമെന്റ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഏത് അസൈൻമെന്റ് ആണോ തന്നേക്കുന്നത് അത് പരമാവധി 1 വീക്കിനുള്ളിൽ, ആ വീക്കിനുള്ളിൽ അത് തീർക്കാൻ നോക്കാം. എന്നിട്ട് അപ്പൊ തന്നെ ക്ലാസ് റൂമിലോട്ട് സബ്മിറ്റ് ചെയ്തോ. ക്ലാസ് റൂമിനകത്ത് ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എപ്പോ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോരോ ബുക്ക് വേണോ, അതോ ഒരു ബുക്കിൽ തന്നെ A4 ഒരു ബുക്കിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചാൽ മതിയോ? ഇപ്പൊ അസൈൻമെന്റ് എന്നൊക്കെ പറയണ ഒരു ബുക്ക് നിങ്ങളോട് എന്തെന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് റെക്കോർഡ് വരും. 5 റെക്കോർഡ് വരുന്നുണ്ട്. ഈ റെക്കോർഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇപ്പൊ മോക്ക് ടെസ്റ്റ് നമ്മളിപ്പോ ഒരു വിഷയത്തിന്റെ മോക്ക് ടെസ്റ്റ് നമ്മളിപ്പോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് അത് നമ്മള് ഈ ക്ലാസ് റൂമിലാണ് നമ്മൾ അത് അറ്റൻഡ് ചെയ്തത്. അത് നമ്മൾ സബ്മിറ്റ് ഗൂഗിളിൽ അങ്ങനെ എന്ത് ലിങ്ക് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് സബ്മിറ്റ് ആക്കിയേക്കണത്. അത് നമ്മൾ നോട്ടിലേക്ക് എഴുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് എഴുതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൊബൈലിൽ എടുത്ത് ഇപ്പൊ 1 മാസം മുമ്പ് നമ്മൾ ഈ 1 വർഷത്തെ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്.
എക്സാം നമ്മൾ ഈ ലാസ്റ്റ് വർഷം വരുമ്പോൾ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്ത് നോക്കണമെങ്കിൽ എന്തോരം നമ്മൾ ബാക്കിലോട്ട് പോകണം മൊബൈൽ ഇതാവുമ്പോ ആ സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഇത്രയും ബാക്കിലോട്ട് പോകണ്ട, നമ്മൾ അതൊന്നും എടുത്ത് നോക്കാം. പക്ഷെ അത് നമുക്ക് മാം നോട്ട് തന്നിട്ടുണ്ട്, നമുക്ക് അതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മാം നോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിന് എഴുതേണ്ട അപ്പൊ എഴുതേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് തന്നിട്ടാണ് അതേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അല്ലാതെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് മാം തന്നത്, അപ്പൊ എഴുതേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളല്ലാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തതുള്ള ഇതിന്റെ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരരുത് എക്സാമിന്റെ ടൈമില്. അപ്പൊ ഒരുപാട് എല്ലാം കൂടി കൊണ്ട് നിങ്ങൾക്ക് ഒരു കൊളീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറയണത്. ഓക്കെ, ഏത് മാസമായിരിക്കും എക്സാം വരിക? ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഒരു വർഷം ഇനി നിങ്ങൾക്ക് ഒരു 5 മാസം ഉണ്ട്, കുറെ നാളുണ്ട്. കാരണം നിങ്ങളിപ്പോ കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു മാസമായിട്ടുള്ളൂ തോന്നുന്നത് അല്ലേ? ഒരു മാസമായിട്ടുള്ളൂ. പിന്നെ ഉണ്ട്, ഇനി സമയമുണ്ട്, കുഴപ്പമില്ല. PG ഡിപ്ലോമ മോണ്ടിസോറി അവർക്കുണ്ട്. അവർക്ക് ഇതിനേക്കാളും കഴിഞ്ഞ ഒരു മാസം കൂടി കൂടുതൽ കഴിഞ്ഞിട്ടാണ്. ഒരു മാസം കൂടി കഴിഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വേറെ ഇതൊന്നും വേണ്ട, ടെൻഷൻ അങ്ങനൊന്നും വേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള സിമ്പിളായിട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നമ്മൾ പറയണതും? നിങ്ങൾക്ക് മലയാളത്തിലായാലും സ്വന്തം ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പൊ എല്ലാവരും ഇതിൽ ഏകദേശം ഒരുവിധം പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞവരായിരിക്കും, ആണോ? എല്ലാം വായിച്ചിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് ഡിഗ്രി ഒക്കെ കഴിഞ്ഞോണ്ട്. 10ാം ക്ലാസ് മാത്രമുള്ളവരുണ്ട്. എല്ലാവരും കൂടുതലുള്ളവരെ നോക്കരുത്, ഏറ്റവും കുറവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. 10ാം ക്ലാസ് ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കായിട്ടാ. നമുക്ക് കറക്റ്റ് നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് എടുക്കുള്ളൂ. മനസ്സിലാവാത്ത കാര്യങ്ങൾ മോർ ഡിസ്കവർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ മൊബൈലിൽ അടിച്ചു കൊടുത്ത് ഡിസ്കവർ ചെയ്യുക, വീഡിയോസ് ഒക്കെ അതിനോടനുബന്ധിച്ച് കാണാം. അങ്ങനെ ഡിസ്കവർ ചെയ്ത് കണ്ടെത്താൻ തന്നെയാണ് സാറ് പറഞ്ഞത്. അങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഇപ്പൊ 10ാം ക്ലാസ്സിലായവരും ഒട്ടും മനസ്സിലായില്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വീഡിയോകളൊക്കെ ഇരുന്ന് മലയാളത്തിലായാലും എന്താണെന്ന് വെച്ചാൽ മൊബൈൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മനസ്സിലാക്കിയാണ് വേണ്ടത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് അതിന്റെ ഒരുപാട് നമുക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം പക്ഷെ നിങ്ങൾക്ക് അത് എന്തോരം നല്ലോണം രീതിയിൽ മനസ്സിലാവണം. മലയാളത്തിലായാലും നിങ്ങൾക്ക് ഇപ്പൊ മലയാളത്തിലായാലും അത്യാവശ്യം അതൊരു ഇംഗ്ലീഷിലാക്കാൻ അറിയണില്ലേ? നമ്മുടെ ഓൺ വേർഡ്സ് ചെയ്യാൻ പറ്റും, പക്ഷെ ഗ്രാമർ ഒക്കെ എങ്ങനെ വരും എന്ന് അറിയാൻ പാടില്ല. ഗ്രാമർ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഗ്രാമർ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിൽ അത്യാവശ്യം ഗ്രാമറിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തരും. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ടീച്ചറുണ്ട്. ഇംഗ്ലീഷ് എടുത്തില്ലേ? എടുത്തു. നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും ഗ്രാമറിന്റെ സംശയം എന്തെങ്കിലും ടീച്ചറായിട്ട് ചെയ്താൽ മതി. നമ്മളിവിടെ അസൈൻമെന്റ് ചെയ്താലും പ്രൊജക്ട് വർക്ക് ചെയ്താലും അതിൽ ഗ്രാമറിന് ഇല്ല. അത് മനസ്സിലാവണം, അത് കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എങ്ങനെ കറക്റ്റ് ഗ്രാമർ നോക്കിയാണോ നമ്മൾ സംസാരിക്കുക? പക്ഷെ നമുക്ക് കറക്റ്റ് പാസ്റ്റ് ഏതാ പ്രസന്റ് ഏതാണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ തിന്നാൻ തിന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മൾ അതിൽ പാസ്റ്റും പ്രസന്റും കറക്റ്റ് നോക്കും. അതിപ്പോ ഒരുവിധം എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇതിൽ കറക്റ്റ് ഈസ് വേണോ അത് വേണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കറക്റ്റ് ഗ്രാമർ നോക്കിയിട്ടാണോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ അത് കറക്റ്റ് നിങ്ങൾക്ക് ഇതിൽ എന്താ മനസ്സിലായത് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിന്റെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. സാറായാലും നിങ്ങൾക്ക് ആര് ഇംഗ്ലീഷ് എടുക്കണത്? അശ്വതി മാം. ടീച്ചർ എടുക്കണില്ലേ? ഇല്ല, അശ്വതി ടീച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടീച്ചറോട് ചോദിച്ചാൽ മതി. അത്യാവശ്യം അറിയേണ്ട ലാംഗ്വേജ്. നമുക്ക് ഇംഗ്ലീഷിന് എക്സാം ഇല്ല. ഇംഗ്ലീഷ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്കൊരു പാരഗ്രാഫ് വായിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഒരു അത്യാവശ്യം ഒരു ലാംഗ്വേജ് കിട്ടണമല്ല. ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും വേണം. അപ്പൊ അതിന്റെ ഒരു കാര്യത്തില്ല, നമുക്ക് ഇംഗ്ലീഷിന് എക്സാം ഇല്ല. ഓക്കെ മാം, നമ്മൾ ഈ മോണ്ടിസോറിയുടെ ഇപ്പൊ മാം എടുക്കുന്ന ഈ പോർഷന്റെ എസ്സേ പോലെയൊക്കെ ഉണ്ടാവും എക്സാമിന്? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനുള്ള വർക്കാണ് നമ്മൾ ഇവിടെ അസൈൻമെന്റ് ആയിട്ട് ചെയ്യണത്. അത് നിങ്ങൾ ഇവിടെ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ MCQ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും അതിന്. പക്ഷെ നമ്മള് ഓഫ്ലൈൻ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഓഫ്ലൈനാണ് ഞാൻ പഠിച്ചത്.
അപ്പൊ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒരു ഇപ്പൊ മറിയാം മോണ്ടിസോറിയുടെ ഡിസ്കവറീസ് എന്ന് പറഞ്ഞ ഒരുപാട് ഡിസ്കവറീസ്. അപ്പൊ അതിന്റെ ഒരു ഹെഡിങ് തരും. അതിനെ കുറിച്ച് ഒരു 10 പേജ് ഓൺവേഡ്സിൽ എഴുതാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് തരുന്നത്. കാരണം ഞങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ഞങ്ങൾ എക്സാം എഴുതാൻ പോക്കായിരുന്നു. അപ്പൊ ഞങ്ങള് അത് യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്ര മറ്റേ NCDC-യുടെ ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് നമുക്ക് എക്സാം എഴുതാൻ വേറെ സെന്ററിൽ പോയി എഴുതണം. അപ്പൊ നമ്മൾ ഓൺവേഡ്സിൽ ഒരു 5 പേജ് 10 പേജൊക്കെ എഴുതണം. അവരതിന്റെ വായിച്ചു നോക്കൂല എത്ര പേജ് എഴുതിയിട്ടുണ്ട്, ഇവർക്ക് എന്തെങ്കിലും മനസ്സിലായപ്പോ നോക്കി അത്രയും പേജ് എഴുതലാണ് ഓഫ്ലൈൻ ആയതുകൊണ്ട്. നിങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഓൺവേഡ്സിൽ എഴുതാൻ 2 പേജൊക്കെ എഴുതാൻ തന്നത് അത് അസൈൻമെന്റ് ആയിട്ട് മാത്രമേ തരുള്ളൂ. അങ്ങനെ എക്സാമിന് എഴുതലുണ്ടാവില്ല. ഓക്കെ മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാം. ഇപ്പൊ ഒരു ഏകദേശം ഇപ്പൊ ഒരു ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഷെറിന മാം അല്ലാതെ മറ്റ് ടീച്ചേഴ്സുമായിട്ട് ഏകദേശം ഒരു 5 ആക്ടിവിറ്റീസ്, എന്റെ ഊഹം ശരിയാണെങ്കിൽ 5 ആക്ടിവിറ്റീസ് ഇപ്പൊ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഡേറ്റിലായിട്ട് ഒരു ഫസ്റ്റ് ഒരു ഹാബിറ്റിന്റെ ആക്ഷൻ സോങ് ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ചിൽഡ്രൻസ് ഡേ സ്പീച്ച്, പിന്നെ ആൽഫബറ്റ് സോങ്, അങ്ങനെ ഒരു 5 ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ ആക്ടിവിറ്റി ബുക്കിൽ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മളത് ഇല്ല, അതൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അത് നമ്മൾ ക്ലാസ്സിൽ പറയാനാണ് പറഞ്ഞത്. അറിയാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇരുന്നോ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുക. അതിനൊക്കെ ഇന്റേണൽ മാർക്ക് ഉണ്ട്, ഓരോന്നിനും ഒരേ മാർക്ക് ഉണ്ട്. ഓക്കെ മാം, അപ്പൊ ആക്ടിവിറ്റി എഴുതാൻ വേണ്ടിട്ട് വേറെ ബുക്ക് എടുക്കണോ? ആക്ടിവിറ്റി എഴുതാനായിട്ട് വേറെ ബുക്ക് ക്ലാസ്. ഓക്കെ ഓക്കെ. അത് നിങ്ങള് ആക്ടിവിറ്റീസിന്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞിരുന്നില്ലേ, ആക്ടിവിറ്റീസിന് ഏത് ബുക്ക് വേണമെന്ന്? ആദ്യം പറഞ്ഞത് എല്ലാത്തിനും ഒരു ബുക്ക് മതി, അസൈൻമെന്റ് ബുക്കിന് എല്ലാവരും മതി. പിന്നെയാണ് ഓരോ വിഷയം എടുക്കുമ്പോഴാണ് ഓരോ പോർഷൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. മാം ഒരു ബുക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഓരോന്നിനും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആക്ടിവിറ്റി ബുക്ക് നമ്മൾ അങ്ങനെ സത്യത്തിൽ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ആക്ടിവിറ്റി വേറെ ബുക്കിലാണ് എഴുതുന്നത്, ചെറിയൊരു നോട്ടിലാണ് എഴുതുന്നത്. സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല എന്നാ പറഞ്ഞത്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല. പിന്നെ അസൈൻമെന്റ് ആവുമ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ തുടിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇപ്പൊ ചെയ്തതൊക്കെ ജോലിക്കൊക്കെ പോണ ആൾക്കാർ അവരെ ഓൺലൈനിൽ കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ ക്ലാസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുക. ബാക്കി ഞാനിവിടെ ചോദിക്കട്ടെ ഡൗട്ട്. മാഡം പ്ലീസ് മൈ റിക്വസ്റ്റ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് എവിടെയാന്നുള്ളത് ഇല്ലല്ലോ എനിക്ക് ഇതുവരെ. അങ്ങനെ മാഡം ഒരു റിക്വസ്റ്റ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്താ പറയാ, എല്ലാവർക്കും ഇങ്ങനെ ഇത്രയും ഡൗട്ട് ഉണ്ടാവില്ല. കാര്യം ചോദിച്ചാൽ എന്തെങ്കിലും എഴുതാത്തവരാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അരമണിക്കൂർ കഴിഞ്ഞ്. കാരണം ഒരുപാട് പേര് ജോലി സ്ഥലത്തും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഡൗട്ടിന്റെ മാത്രമില്ല നമ്മുടെ ക്ലാസ് തീരില്ല. അപ്പൊ അതിന് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ദിവസം ഞാൻ പറയാട്ടാ, നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ തന്നിട്ടില്ലേ സാറിന്റെ? എല്ലാവർക്കും ഉണ്ടല്ലോ കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡൗട്ട് ഒക്കെ സാറിന് മെസ്സേജ് ചെയ്യാട്ടാ. ഓക്കെ, ഞാൻ ഈ ക്ലാസ് എടുക്കട്ടെ. ഒരുപാട് പേര് ക്ലാസ് തുടങ്ങാൻ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ട്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫ് ഒരാളൊന്ന് വായിച്ചേ. ആരാ വായിക്കണേ? ഞാൻ വായിക്കാം മാം. ഞാൻ മുഫിദ ഫ്രം കാലിക്കറ്റ്. ഓക്കെ. While she was working as a medical practitioner, she had to manage some feeble-minded children. She found that mental breakdown is caused by the dullness of the senses, and hence by training their senses, they could be helped to learn better. Later, she designed methods for sensory thinking of normal children too. Thus, she got into the field of education and became a renowned educationist by organizing the special method known after her name as the Montessori method. ഓക്കെ, എന്താ പറഞ്ഞേ? നമ്മൾ മറിയാം മോണ്ടിസോറിയുടെ ഫസ്റ്റ് പാരാഗ്രാഫില് പറഞ്ഞതിന്റെ ബാക്കിയാണ്. വൈൽ ഷി വാസ് വർക്കിംഗ് ആസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ. മറിയാം മോണ്ടിസോറി ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഷി ഹാഡ് ടു മാനേജ് സം ഫീബിൾ മൈൻഡഡ് ചിൽഡ്രൻ. ഇങ്ങനെ മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവള് ദുർബലരായ കുറച്ച് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഹാഡ് ടു മാനേജ് ചെയ്യേണ്ടി വന്നു.
ഫീബിൾ മൈൻഡ് എന്ന് വെച്ചാൽ ദുർബലരായ കുട്ടികളെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, മാനേജ് ചെയ്യാൻ പറ്റി. ആ സമയത്ത് ഷീ ഫൗണ്ട് ദാറ്റ് മെന്റൽ ബ്രേക്ക് ഡൗൺ ഈസ് കോസ്ഡ് ബൈ ദ ഡൾനെസ് ഓഫ് സെൻസ്. അവളപ്പോ അവർക്ക് കണ്ടു, അവര് ഇന്ദ്രിയങ്ങൾ, അവൾക്കപ്പോ ആ കുട്ടികളെ കണ്ടപ്പോ എന്താ മനസ്സിലായത്? ഷീ ഫൗണ്ട് എന്താ മനസ്സിലായേ? മെന്റൽ ബ്രേക്ക് ഡൗൺ. അവരെ മൈൻഡൊക്കെ ഭയങ്കര ഇന്ദ്രിയങ്ങളുടെ മന്ദതയാണ്, എന്നുവെച്ചാ ഡൾനെസ് ആണ്. എന്താ ഡൾനെസ് എന്ന് വെച്ചാല് സെൻസ്, അവളുടെ ആ കുട്ടികൾക്ക് ഇന്ദ്രിയങ്ങളുടെ വളർച്ച കുറവാണ്. അതിന്റെ ആ ഒരു ചിന്തിക്കാനുള്ള ശേഷിയില്ല. ഒക്കെ ഇങ്ങനെ കറക്റ്റ് ഓരോന്ന്, നമ്മളിപ്പോ CBSE പഠിക്കുന്ന പിള്ളേരാണെങ്കിലും എങ്ങനെയായിരിക്കും, അവർ കറക്റ്റ് അത് തിങ്ക് ചെയ്യില്ല. അവരവിടെ നിന്ന് കറക്റ്റ് എഴുതി കൊടുക്കും, അത് തന്നെ ഇവിടെ വന്ന് പഠിച്ച് അങ്ങനെ തന്നെ. അവർക്കത് ചിന്തിക്കാനുള്ള ശേഷി അവർ സ്വയമായിട്ട് ചെയ്യണില്ല. ആ സ്ഥാനത്ത് ഗവൺമെന്റ് സ്കൂളില് ഈ മറ്റേ നമ്മുടെ സാധാരണ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും, അവർക്ക് ഒരു ആക്ടിവിറ്റീസ് കൊടുത്തില്ല, അതിനെ കുറിച്ച് അവർ പഠന പ്രവർത്തനം നടത്തി, അതിനെ കുറിച്ച് അവർ സ്വന്തം തിങ്ക് ചെയ്ത് അവരങ്ങനെ എഴുതും. അപ്പൊ പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയാലും അവർക്ക് അതിനുള്ള ഒരു ഇതില്ലെങ്കിലും അവർ കറക്റ്റ് തിങ്കിങ് പവർ ഉണ്ടാവും അവർക്ക്. പക്ഷെ CBSE കുട്ടികൾക്ക് നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിലും അവരെന്താ അവിടെ നിന്ന് എങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ ഇരുന്ന് പഠിക്കും. ഇന്ന ക്വസ്റ്റ്യൻസ് വരുള്ളൂ, അപ്പൊ നമ്മൾ അത് മാത്രം ഇരുന്ന് പഠിപ്പിക്കും. അവിടുന്ന് 10ാം ക്ലാസ് വരെയും ആ കുട്ടി അങ്ങനെ തന്നെയായിരിക്കും പഠിക്കണേ. പിന്നെ പുറത്തു പോയി വല്ലതും കാണുമ്പോൾ അവർക്ക് അത് തിങ്ക് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, അവര് ഒരു പാല് കൊച്ചിനെ എങ്ങനെ കൊടുക്കണേ, അത് വായിലോട്ട് കുത്തി കൊടുക്കണ പോലെ 10ാം ക്ലാസ് വരെ അവർ അങ്ങനെ പഠിച്ചു. അപ്പൊ അവരുടെ ഇന്ദ്രിയങ്ങൾ വളരണില്ല, ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കണില്ല, ചിന്താശേഷി ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കി അവർക്ക് എന്താ, മറിയം മോണ്ടിസോറി ആ കുട്ടികളെ കണ്ടപ്പോ മനസ്സിലാക്കി മെന്റൽ ബ്രേക്ക് ഡൗൺ ആണ് ഇതിന് കാരണം. ഈ ഡൾനെസ് ഓഫ് സെൻസസ്, അവരെ മെന്റലി വർക്ക് ചെയ്താലല്ലേ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി കിട്ടുള്ളൂ. അപ്പൊ ഈ ദുർബലരായ കുട്ടികളെ മാനേജ് ചെയ്തപ്പോ മറിയം മോണ്ടിസോറിക്ക് എന്താ മനസ്സിലായത്? ഇന്ദ്രിയങ്ങളുടെ മന്ദതയാണ്, ഈ ഡൾനെസ് ആണ് ഈ മാനസിക തകർച്ചയ്ക്ക് കാരണം. ഈ കുട്ടികളുടെ എന്താ മെന്റൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് മെയിൻ കാരണം എന്താ? ഡൾനെസ് ഓഫ് സെൻസസ് ആണ്. അണ്ടർലൈൻ ചെയ്തിടാ. She found that mental breakdown is caused by dullness of the senses. Underline ചെയ്യാം. പറയണത് അപ്പൊ ഞാൻ പറയണ ആ സമയത്ത് അണ്ടർലൈൻ ചെയ്തിട്ടാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ മെന്റൽ ബ്രേക്ക് ഡൗൺ കുറെ കുട്ടികളെ ഫീബിൾ മൈൻഡഡ് ആയ കുട്ടികളെ കണ്ടപ്പോ അവരെ മാനേജ് ചെയ്തപ്പോ മറിയം മോണ്ടിസോറിക്ക് എന്താ മനസ്സിലായത്? അവരെ മെന്റൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് എടുക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ബ്രേക്ക് ഡൗൺ ആയെന്ന് മനസ്സിലായി. എന്താ? ഡൾനെസ് ഓഫ് ദ സെൻസസ്, അവരെ ഇന്ദ്രിയങ്ങളുടെ മന്ദതയാണ് അതിന് കാരണമെന്ന് മനസ്സിലായി. അപ്പൊ അതിനാൽ എന്ത് ചെയ്തു? ഹെൻസ് ബൈ ട്രെയിനിങ് ദെയർ സെൻസസ് ദേ കുഡ് ബി ഹെൽപ്ഡ് ടു ലേൺ ബെറ്റർ. ഇതിങ്ങനെ മനസ്സിലായി, ഇന്ദ്രിയങ്ങളുടെ മന്ദതയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ എന്താ ചെയ്തത്? അവരുടെ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കാൻ ശ്രമിച്ചു. എന്താ? ഹെൻസ് ബൈ ട്രെയിനിങ് കൊടുത്തു. ദെയർ സെൻസസ്, അവരെ ഓരോ സെൻസസിന്, അവരെ ഇന്ദ്രിയങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു. ഷീ കുഡ് ബി ഹെൽപ്ഡ് ലേൺ ബെറ്റർ. അങ്ങനെ അവള് ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്നതിലൂടെ അവൾക്ക് എന്ത് പറ്റി? നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ അവൾക്ക് പഠിപ്പിക്കാനായിട്ട് സഹായിക്കാൻ പറ്റി. ഓക്കെ, ഒന്നുകൂടി പറയുക. വൈ ഷീ വാസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ, അവള് മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫീബിൾ മൈൻഡഡ് ആയ കുട്ടികളെ മാനേജ് ചെയ്തു. ആ കുട്ടികൾക്ക് എന്താണ് അവൾ മനസ്സിലാക്കിയത്? ആ കുട്ടികളുടെ മൈൻഡ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പൊ അവൾ ഇങ്ങനെ തിങ്ക് ചെയ്തു, എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൈൻഡ് ബ്രേക്ക് ആയിരുന്നു? അപ്പൊ അവൾക്ക് മനസ്സിലായി അവരുടെ സെൻസ് എന്തായതാണ്? ഡൾനെസ് ആയതാണ്. അവരുടെ മൈൻഡ് ഇന്ദ്രിയങ്ങളുടെ മന്ദതയാണ് അവരുടെ ഇതിന്റെ കാരണം എന്ന് അവൾ മനസ്സിലാക്കി. എന്നിട്ട് അവള് അതിന് ട്രെയിനിങ് കൊടുത്തു. ദെയർ സെൻസസ്, എന്തിനാ ട്രെയിനിങ് കൊടുത്തേ? അവരുടെ സെൻസസിനെ അണ്ടർലൈൻ ചെയ്തിടാം. ഹെൻസ് ബൈ ട്രെയിനിങ് ദെയർ സെൻസസ് അണ്ടർലൈൻ ചെയ്തിടാം. അവരുടെ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്നതിലൂടെ അവൾ എന്തായി? അവരെ നന്നായി പഠിക്കാനായിട്ട് അവൾക്ക് മനസ്സിലായി. ഇവരെ ഇന്ദ്രിയങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലായി. ലേറ്റർ ഷീ ഡിസൈൻഡ് മെത്തേഡ് ഫോർ സെൻസറി ട്രെയിനിങ് ഓഫ് നോർമൽ ചിൽഡ്രൻ ടു. അണ്ടർലൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്തത് എന്താ? മെത്തേഡ് ഫോർ സെൻസറി ട്രെയിനിങ്. അണ്ടർലൈൻ ചെയ്യാം. ഇത് ഞാൻ പറയുന്ന സെൻസറിങ്ങും സെൻസർക്ക് ഇതിൽ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മറിയം മോണ്ടിസോറിയുടെ മെയിൻ മെത്തേഡിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് സെൻസറിങ് ട്രെയിനിങ്. ഓക്കെ, അതാണ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ സെൻസറി ട്രെയിനിങ് ഓഫ് നോർമൽ ചിൽഡ്രൻ എന്താണ് മനസ്സിലായത്?
അവരെ നന്നായി പഠിപ്പിക്കാന്ന് മനസ്സിലായല്ല. സെൻസിന് ട്രെയിനിങ് കൊടുത്താൽ, ഇന്ദ്രിയങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്താൽ ഈ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാം. പിന്നീട് അങ്ങനെ എന്ത് ചെയ്തു, സെൻസറി പരിശീലനത്തിലൂടെ അവൾ എന്ത് നേടിയെടുത്ത്, ഡിസൈൻ ചെയ്തു. എന്താ ഡിസൈൻ ചെയ്തേ? സെൻസറി ട്രെയിനിങ് ഓഫ് നോർമൽ, സാധാരണ കുട്ടികൾക്ക്, നോർമലായ സാധാരണ കുട്ടികൾക്ക് അവൾ എന്ത് ചെയ്തു, സെൻസറി ട്രെയിനിങ് കൊടുത്തു. Thus she got into the field of education and become renowned educationist by organizing the special method known as after name of Montessori method. ഈ സെൻസറി മെത്തേഡിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ അതിന് അവൾ എന്താക്കി, വിദ്യാഭ്യാസ രംഗത്ത് അവൾക്ക് മനസ്സിലായി കുട്ടികൾക്ക് ഇത് സ്കൂൾ ലെവലിലാണ് കൊടുക്കാൻ പറ്റുള്ളൂ, വിദ്യാഭ്യാസം കൊടുക്കുന്ന ലെവലിലാണ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. വീട്ടിലെ പാരന്റ്സിനൊക്കെ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ അവൾ വിദ്യാഭ്യാസ രംഗത്ത് വരികയും മോണ്ടിസോറി എന്ന പേരിൽ ഒരു അറിയപ്പെടുന്ന ഒരു പ്രത്യേക രീതി, മോണ്ടിസോറി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രീതി പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകയായി അങ്ങനെ മാറിയുള്ളൂ. അത് കണ്ടുപിടിച്ചു, സെൻസറിങ്ങിൽ അവള് കണ്ടുപിടിച്ചു കുട്ടികൾക്ക് ഇങ്ങനെ ആക്കണം. എന്നിട്ട് നോർമലായ പിള്ളേരെ വിളിച്ചിരുത്തി, കുട്ടികളെ വിളിച്ചിരുത്തി അവർക്കൊരു സെൻസറി ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ അവൾക്ക് ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞപ്പോ ഷീ ഗോട്ട് ഫീൽഡ് എഡ്യൂക്കേഷൻ, ആ വിദ്യാഭ്യാസ രംഗത്ത് become a renowned educationist. അവൾ എന്തായി മാറി പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകയായിട്ട് മാറി. ഈ കുട്ടികളെ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുത്തു. ആ മെത്തേഡാണ് സ്പെഷ്യൽ മെത്തേഡ് നോൺ ആഫ്റ്റർ ഹെർ ആസ് മോണ്ടിസോറി മെത്തേഡ്. അങ്ങനെയാണ് നമുക്ക് മോണ്ടിസോറി മെത്തേഡ് വന്നത്. ഒന്നുകൂടി പറയാം, ഷീ ഡിസൈൻഡ് മെത്തേഡ് ഫോർ സെൻസറി ട്രെയിനിങ് ഓഫ് നോർമൽ ചിൽഡ്രൻ. ഈ സെൻസറി ട്രെയിനിങ് കുറെ കുട്ടികൾക്ക്, നോർമലായ കുട്ടികൾക്ക് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഫീൽഡ് എഡ്യൂക്കേഷനിസ്റ്റ് അവൾ വിദ്യാഭ്യാസ രംഗത്ത് ഇറങ്ങുകയും പിന്നീട് എന്തായിട്ട് മാറി, ബിക്കെയും അണ്ടർലൈൻ ചെയ്തിടാം റീനോവ്ഡ് എഡ്യൂക്കേഷനിസ്റ്റ്. അവൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അവൾ എന്തായി മാറിയേ, ഇവിടെ ശരിക്കും എന്താ വർക്ക് ചെയ്യണേ, മെഡിക്കൽ പ്രാക്ടീഷണറായിട്ടാണ് വർക്ക് ചെയ്യണേ. ഓക്കെ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ രംഗത്തല്ല. നമ്മൾ അതാണ് ഓരോ പോയിന്റ് അണ്ടർലൈൻ ചെയ്യുന്നത്. ഞാൻ പറയണ പോയിന്റ് മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ, അപ്പൊ മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് വന്ന ഒരു വ്യക്തി പിന്നീട് ഏത് രംഗത്താ വരുന്നത്, സ്കൂൾ ലെവലില് വിദ്യാഭ്യാസ രംഗത്താ വരുന്നത്. അതാണ് പിന്നീട് എഡ്യൂക്കേഷനായിട്ട് അവൾ ആ ഫീൽഡിലോട്ട് വന്നു, വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ട് വിക്കയും ആയിത്തീർന്നു. എന്തായിത്തീർന്നു, റീനോവ്ഡ് എഡ്യൂക്കേഷനിസ്റ്റ്, പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാക്കി, അങ്ങനെ ഓർഗനൈസ് ചെയ്ത, അങ്ങനെ സ്പെഷ്യൽ വിദ്യാഭ്യാസം ഓർഗനൈസ് ചെയ്ത ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, ഒന്നുമില്ല ഇതിൽ പറയുന്നത്. നമ്മള് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഫീബിൾ മൈൻഡഡ് ആയ കുറച്ച് കുട്ടികളെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോ ആ കുട്ടികളുടെ മൈൻഡ് വർക്ക് ചെയ്യണില്ല. മൈൻഡ് എന്ന് വെച്ചാൽ അവർക്ക് തിങ്ക് ചെയ്യണില്ല. കുട്ടികൾക്ക് വേറെ കുറവുണ്ടാവില്ല, അവർക്കൊരു ഡിസബിലിറ്റി അങ്ങനെ ഉണ്ടായ കുട്ടികളല്ല. കുട്ടികൾ നല്ല നോർമലായിട്ട് നല്ല ഐക്യു നല്ല ബുദ്ധിയുള്ള കുട്ടികൾ. പക്ഷെ എന്താ, അവരുടെ സെൻസ് വർക്ക് ചെയ്യണില്ല. സെൻസ് വർക്ക് ചെയ്യണ എങ്ങനെ, ആ വിദ്യാഭ്യാസം അന്നത്തെ അവിടെ ഉള്ള സ്കൂൾ ലെവലിൽ വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണേ, ഇത് കറക്റ്റ് കൊടുക്കും, അത് തന്നെ കുട്ടികൾ പഠിക്കും. കുട്ടികൾ ചിന്തിക്കണില്ല, ടീച്ചർ എന്ത് പറയും അത് തന്നെ എഴുതി കൊടുക്കും, വീട്ടിൽ കൊണ്ടുവന്നത് അങ്ങനെ തന്നെ പഠിക്കും. ആ എഴുതി കൊടുക്കുന്നത് തന്നെ എക്സാമിന് വരും. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി ആ കുട്ടികൾക്കില്ല. അപ്പൊ മറിയാം മോണ്ടിസോറി ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോ മറിയാം മോണ്ടിസോറിക്ക് മനസ്സിലായി ഈ കുട്ടികൾക്ക് എന്താ വേണ്ടത്, അവരെ സെൻസറിങ് പ്രവർത്തിക്കണം, അവരെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, അവരുടെ ചിന്തകള് മാറി ലെവലിൽ അവർ നല്ല ലെവലിൽ സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കിയപ്പോ അവൾ എന്ത് ചെയ്തു, ഷീ ഡിസൈൻ ചെയ്തു. എന്താ മെത്തേഡ്, ഡിസൈൻ മെത്തേഡ്. അവൾ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തു, അതാണ് സെൻസറി ട്രെയിനിങ്. ആ സെൻസറി ട്രെയിനിങ് സാധാരണ നോർമലായ കുട്ടികളെ വിളിച്ചിരുത്തി കൊടുത്തു കഴിഞ്ഞ് അവൾ ആ ഫീൽഡിലോട്ട് വന്നു, എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് വന്നു. പിന്നീട് അവൾ റിനോൾഡ് എഡ്യൂക്കേഷനിസ്റ്റ് ആയി തീരുകയും ഈ ഓർഗനൈസ് ചെയ്ത ഈ സ്പെഷ്യൽ മെത്തേഡിനെ പിന്നീട് എന്തറിയപ്പെട്ടു, മോണ്ടിസോറി മെത്തേഡ് എന്നറിയപ്പെട്ടു. ഓക്കെ, കുഴപ്പമില്ലല്ല. നെക്സ്റ്റ് പറയട്ടെ, ഇനി പറയേണ്ട കാര്യമുണ്ടാ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഒരാൾ വായിച്ചേ നെക്സ്റ്റ് പാരഗ്രാഫ്. ഞാൻ വായിക്കാം. ഓക്കെ. While society had often included to focus on the adults, Montessori believed that as the adult came into being from the child through the years of hard work,
patience, care, study, and practice, centered on the protection of children's rights and welfare would be the key to progress in society. However, Montessori observed that education singly was not good enough unless parents and teachers had the right assumptions about children. Okay. എന്താ പറഞ്ഞേ? While society had often inclined to focus on the adult, Montessori believed that as the adult came into being from the child, include അല്ലല്ലോ, include എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, include എന്ന് ഞാൻ പറഞ്ഞ ഇല്ല, ഇംഗ്ലണ്ട് തന്നെ മിസ് പറഞ്ഞു. പ്രവണത, ചായ്വ്. ഇൻക്ലൂഡ് അല്ല അത്, ഇൻക്ലൈൻഡ് എന്നല്ല. ഇൻക്ലൈൻഡ് എന്ന് വെച്ചാല് പ്രവണത ആണ്, പ്രവണത. ഓക്കെ ഓക്കെ. While society had often inclined to focus on the adult, Montessori believed that as adult came into being from the child through the years of hard work, patience, care, study and practice centered on the protection of children's rights and welfare would be the key to progress in society. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ഒരു സെൻസറി ട്രെയിനിങ് കൊണ്ടുവന്നു, മോണ്ടിസോറി മെത്തേഡ് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഇവിടെ സമൂഹത്തിലോട്ട് ഇറങ്ങി എല്ലാ കുട്ടികളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കാണ്? മോണ്ടിസോറി മെത്തേഡിൽ കൂടി പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ സൊസൈറ്റിയിൽ, നമ്മുടെ ഈ സൊസൈറ്റിയിൽ പലപ്പോഴും എന്താ ഒരു പ്രവണത ഉണ്ടായിരിക്കും? While society had often inclined to focus on the adult, inclined അർത്ഥം എഴുതി വെച്ചോ, പ്രവണത. അല്ലെങ്കിൽ നമ്മൾ ചായ്വ് ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്തൊരു കാര്യം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആരായിരിക്കും? അഡൽറ്റിനായിരിക്കും. മുതിർന്ന ഒരു കുട്ടി അഡൽറ്റിനായിരിക്കും എന്തൊരു കാര്യം സമൂഹം എന്ത് ചെയ്യണം, അത് ഫോക്കസ് ചെയ്യണത്. അപ്പൊ ഇതുപോലെ തന്നെ സമൂഹം പലപ്പോഴും മുതിർന്നവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയത്ത് കൊല്ലങ്ങളോളം മോണ്ടിസോറി വിശ്വസിച്ചെന്താ? ദാറ്റ് അഡൽറ്റ് കെയിം ഇൻടു ബീയിങ് ഫ്രം ദ ചൈൽഡ് ത്രൂ ദ ഇയേഴ്സ് ഹാർഡ് വർക്ക്. ഈ ഒരു കുട്ടിയിൽ നിന്ന് കൊല്ലങ്ങളോളം, വർഷങ്ങളോളം ഹാർഡ് വർക്ക്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്ത് കുട്ടികളിൽ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ട് അവരെ കെയർ, സ്റ്റഡി, പ്രാക്ടീസ്, സെന്റേഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ റൈറ്റ്സ് ഇതൊക്കെ നേടിയെടുക്കണം ഈ സൊസൈറ്റിയിൽ. അപ്പൊ സമൂഹം പലപ്പോഴും മുതിർന്നവരിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഈ പ്രവണത ഉള്ള സമയത്ത് വർഷങ്ങളോളം കഠിനാധ്വാനം, ക്ഷമ, പരിചരണം, പഠനം, പരിശീലനം അങ്ങനെ എന്നിവയിലൂടെ ഈ കുട്ടികൾക്ക് എന്തു കൊടുത്ത്? അവരുടെ അവകാശങ്ങൾ, റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളും പിന്നെന്താ വെൽഫെയർ എന്ന് വെച്ചാൽ എന്താ? ക്ഷേമം. അവരുടെ അവകാശങ്ങളും ക്ഷേമങ്ങളും സംരക്ഷിക്കാനായിട്ട് ഒരു മുതിർന്ന കുട്ടിയെ, സാധാരണയായിട്ട് മുതിർന്ന കുട്ടിയെ എന്ത് ചെയ്യും? നമ്മള് ട്രെയിൻ ചെയ്യിപ്പിക്കും. ഒരു മുതിർന്ന കുട്ടിയെ ട്രെയിൻ ചെയ്യിച്ചിട്ട് ഇവള് വിശ്വസിക്കാനാണ് മോണ്ടിസോറി വിശ്വസിക്കുകയാണ് ഈ ഒരു മുതിർന്ന കുട്ടിയെ ട്രെയിൻ ചെയ്തിട്ട് സമൂഹത്തിന്റെ പുരോഗതിയുടെ താക്കോലാണ് ഈ മോണ്ടിസോറി എന്നാണ് അവൾ വിശ്വസിച്ചത്. ഒന്നുകൂടി പറയാം, നമ്മൾ സാധാരണ കുട്ടികളിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അഡൽറ്റിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സൊസൈറ്റി ഹാർഡ് ഓഫൺ ഇൻക്ലൈൻഡ് ടു ഫോക്കസ് അഡൽറ്റിനെ ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത, ആ ഒരു എല്ലാവർക്കും ഒരു ഇതുള്ള സമയത്ത് ഇവള് വർഷങ്ങളോളം ഈ ഒരു കുട്ടികളെ മോണ്ടിസോറി വിശ്വസിച്ചത് അഡൽറ്റ് കുറെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇൻടു ബീയിങ് ഫ്രം ദ ചൈൽഡ് ത്രൂ ദ ഇയേഴ്സ് കുട്ടികളിലൂടെ അവരെന്ത് ചെയ്തു? ഹാർഡ് വർക്ക് ചെയ്തു. എന്ത് ഹാർഡ് വർക്കാ ചെയ്തേ? പേഷ്യൻസ്, കെയർ, സ്റ്റഡി, അവർക്ക് പ്രാക്ടീസ് കൊടുത്തു, അവർക്ക് നല്ല സംരക്ഷണം കൊടുത്തു, അവരുടെ സെന്റേഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ റൈറ്റ്സ്, അവരുടെ കുട്ടികളുടെ അവകാശങ്ങൾ, കുട്ടികൾക്കുള്ള അവകാശങ്ങളും റൈറ്റ്സും വെൽഫെയറും അവരുടെ ക്ഷേമങ്ങളും അവകാശങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യണേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെൽഫെയർ വുഡ് ബി കീ ടു പ്രോഗ്രസ് സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയിലെ പുരോഗതിയാണെന്ന്, അതിന്റെ ഒരു പുരോഗതിയുടെ താക്കോലാണ് ഈ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർഷങ്ങളോളം അവർക്ക് ഹാർഡ് വർക്ക് ചെയ്തു. അവള് ഹാർഡ് വർക്ക് ചെയ്തതാണ് കെയറും സ്റ്റഡിയും പ്രാക്ടീഷനും ഇതിലൊക്കെ കൂടി അവൾ ആ കുട്ടികളെ എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവൾ മനസ്സിലാക്കിയത് എന്താ? കീ ടു പ്രോഗ്രസ് ഇൻ സൊസൈറ്റി. ഇതിന്റെ ഒക്കെ ഒരു താക്കോൽ, ഈ പുരോഗതിയുടെ ഒരു താക്കോൽ, ഈ സമൂഹത്തിന്റെ പുരോഗതിയുടെ താക്കോലാണ് എന്ന് അവൾ മോണ്ടിസോറി എന്ന് വിശ്വസിച്ചു. പിന്നെന്താ പറഞ്ഞേ?
Next എന്താ? However, Montessori observed that education style was not good enough unless parents and teachers had the right assumptions about children. നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്തെങ്കിലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ടീച്ചേഴ്സിനും കുട്ടികളെ കുറിച്ച് റൈറ്റ് അസംഷൻ ഒന്നും ഉണ്ടായില്ല, ശരിയായ അനുമാനങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം മറിയ മോണ്ടിസോറി പഠിപ്പിക്കണില്ല. മറിയ മോണ്ടിസോറി കുട്ടികളെ വിളിച്ചിട്ട് എന്താ ചെയ്യണേ? അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് എന്താ? സെൻസറി ട്രെയിനിങ് ആണ്. അപ്പൊ മറ്റു ടീച്ചർമാര് ചെയ്യണ പോലെ അടിച്ചമർത്തി പഠിപ്പിച്ച് അതങ്ങനെ ചെയ്യല്ല. അവർക്ക് കെയർ കൊടുക്കുക, അവർക്ക് അത്യാവശ്യ കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കൂടുതലും തിയറി കാര്യങ്ങളാണ്. മറിയ മോണ്ടിസോറി എന്താ ചെയ്യണേ? കൂടുതലും തിയറിയുടെ ഒപ്പം തന്നെ പ്രാക്ടീസും കൊടുത്തിട്ട് അവരെ അവകാശങ്ങൾക്ക് വേണ്ടി, റൈറ്റ്സ്, അവരെ വെൽഫെയർ, അതിനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇതല്ല ഹവർ എന്ന് വെച്ചാൽ എന്നിരുന്നാൽ ഇതൊക്കെ എന്താ? രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളെ കുറിച്ച് ഒരു റൈറ്റ് അസംഷൻസ് അബൌട്ട് ചിൽഡ്രൻ, കുട്ടികളെ കുറിച്ച് ഒരു നല്ല അനുമാനം ഉണ്ടായിരുന്നില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ലെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. നോ ഗുഡ് ഇനഫ് അൺലെസ് പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ അഭിപ്രായത്തിൽ എന്താ? ഇവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടില്ല. മറിയ മോണ്ടിസോറി കുട്ടികൾക്ക് ഇറങ്ങി ഒരുപാട് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടായിരുന്നു. ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല. അത്രയും ഇതൊക്കെ സഹിച്ചിട്ടാണ്. ഞാനിതൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. അതെ, എന്തെങ്കിലും ആവശ്യം മെസ്സേജ് ചെയ്യുമ്പോ ഞാൻ ഓക്കെ. റൈറ്റ് അസംഷൻസ് മീനിങ്. റൈറ്റ് അസംഷൻ വെച്ചാൽ ശരിയായ അനുമാനങ്ങൾ, നല്ല തീരുമാനം, കറക്റ്റായ ആ ഒരു തീരുമാനം, ശരിയായ അനുമാനം, റൈറ്റ് അസംഷൻ. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ ആ പാരാഗ്രാഫിലൊന്നും പറയണില്ല. മോണ്ടിസോറി മെത്തേഡ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ? ഈ സൊസൈറ്റിയിൽ ഇംഗ്ലൈഡ് ഫോക്കസ് അഡൽറ്റിനെ സിംഗ്ലിന്ന് പറഞ്ഞാണ് എവിടെയാണ് പറഞ്ഞത്? While society inclined focus on adult Montessori observed that education singly was not education singly. ആർക്കെങ്കിലും കിട്ടോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഒറ്റയ്ക്ക്. ഓക്കെ 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 ഒറ്റയ്ക്ക്. അപ്പൊ ഇവിടെ എന്താ വരുന്നേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ടൊമാറ്റോ ഇവന്റ് എന്ന് പറയണത് ആരാണ്? ആരെങ്കിലും പേരാണോ ടൊമാറ്റോ ഇവന്റ് എന്ന് പറയണത്? ഓക്കെ, ശരിക്കും പേര് നിന്നാ അർച്ചന. ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചാണ്. അപ്പൊ ഇതിലെന്താ? ഓക്കെ, സൊസൈറ്റിയില് എന്താ ഇപ്പൊ ഇതിൽ പറയണത്? കിട്ടാത്ത മീനിങ് ഉണ്ടെങ്കിൽ ചോദിച്ചോ.
എല്ലാവരും എഴുതി വെച്ചോ. ഇനി ഇതിലെന്താ പറയാ, മൈൻഡ് സൊസൈറ്റി. അപ്പൊ അതിലൊന്നുമില്ല വേറെ പറയാനായിട്ട്. സമൂഹം പലപ്പോഴും അഡൽറ്റായ അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്തായിരിക്കും, കുട്ടികളെ ആരും മൈൻഡ് ചെയ്യില്ല. കുട്ടികളെ മൈൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ കുട്ടികളോട് കുട്ടികളല്ലേ, ഒന്നുമില്ല, അവർക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഇതില് നമ്മൾ കുട്ടികളെ മൈൻഡ് ചെയ്യില്ല. എല്ലാവരും ഒരുവിധം മുതിർന്ന ഒരു അഡൽറ്റായ ഒരു പേഴ്സൺ ആയിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ ചെയ്തത്, ചുറ്റുമുള്ള കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് അവർക്കുള്ള കെയർ, സ്റ്റഡി, പ്രാക്ടീസ്, അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ, കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വിളിച്ചു വരുത്തി അവൾ എന്ത് കൊടുത്തു, ആ സമൂഹത്തിന് കറക്റ്റ് ഒരു ഇത് കൊടുത്തു. എന്നിട്ട് അവൾ അതിൽ നിന്ന് മനസ്സിലാക്കി അവളുടെ സെന്റർ പ്രൊട്ടക്ഷൻ, ചിൽഡ്രൻ റൈറ്റ്സ്, വെൽഫെയർ വുഡ് ബി കീ. അവൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ, കീ ടു പ്രോഗ്രസ് ഇൻ സൊസൈറ്റി. ഈ സമൂഹത്തിന്റെ പുരോഗതിയുടെ താക്കോല് ആണ് മോണ്ടിസോറി എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി. താക്കോല്, കീ എന്ന് വെച്ചാൽ താക്കോല്, പുരോഗതിയുടെ താക്കോല്. കീ ടു പ്രോഗ്രസ്, പ്രോഗ്രസിന്റെ താക്കോലാണ്, ഈ സൊസൈറ്റിയുടെ പുരോഗതിയുടെ താക്കോലാണ് എന്താ ഈ കുട്ടികളെന്ന് അവൾ അതിൽ നിന്ന് മനസ്സിലാക്കി. എന്നിട്ട് അതാണ് അവളെന്ന് മോണ്ടിസോറി എന്ന് വിശ്വസിച്ചു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, അവർക്ക് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് പാരന്റ്സും അവരുടെ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ എന്താ കുട്ടികളെ കുറിച്ച് അവർക്കൊരു നല്ലൊരു റൈറ്റ്സ് അസംഷൻ ഉണ്ടായിരുന്നില്ല, ശരിയായ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ലെന്ന് തന്നെയാണ് അവരൊക്കെ വിചാരിച്ചിരുന്നത്. എന്നിട്ട് എന്തുണ്ടായി, ദ അഡൽറ്റ് മസ്റ്റ്, നെക്സ്റ്റ് പാരഗ്രാഫ് ഒരാൾ വായിച്ചേ. അൺമ്യൂട്ട് ചെയ്യണല്ലേ, ഓക്കെ. ശരി മിസ് വായിക്കട്ടോ. The adult must realize that he must take second place when show all the aims of the mother and teacher. If the child's personality is to be helped to develop as the child is weaker, the adult with his stronger personality must hold himself in check and taking his lead from the child. Feel proud if he can understand and follow him. It is important to liberate the child from his role of dependency on adults if he is to develop into a truly free and independent person, said Montessori. Okay. എന്താ പറഞ്ഞേ, the adult must realize that he must take second place when all the aims of the mother and teacher. ഒരു അഡൽറ്റ്, ഒരു മുതിർന്ന ഒരു അഡൽറ്റ് മനസ്സിലാക്കണം എന്താ, താൻ രണ്ടാം സ്ഥാനത്ത് എത്തണമെന്നും. വെഞ്ചർ എന്ന് വെച്ചാൽ എന്താ, രണ്ടാം സ്ഥാനത്ത് സംരംഭം. ഓൾ എയിംസ് ഓഫ് ദ മദർ ആൻഡ് ടീച്ചർ. അവര് ടീച്ചറിന്റെയും പാരന്റ്സ്, സ്കൂളിൽ ടീച്ചറിന്റെയും പാരന്റ്സിന്റെ ഒക്കെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ കാര്യങ്ങളും അവര് അത് മനസ്സിലാക്കണമെന്ന് ആണ് പറഞ്ഞത്. ദ അഡൽറ്റ് മസ്റ്റ് റിയലൈസ്, ഒരു മുതിർന്ന കുട്ടി മനസ്സിലാക്കണം ദാറ്റ് ഹി മസ്റ്റ് എന്തായാലും ടേക്ക് സെക്കൻഡ് പ്ലേസ്, എനിക്ക് രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും മെഞ്ചർ ഓൾ ദ എയിംസ് ഓഫ് മദർ ആൻഡ് ടീച്ചർ, ടീച്ചറിന്റെ മദറിന്റെ ഒക്കെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ സംരംഭങ്ങളും നേടുമെന്നും ആര് മനസ്സിലാക്കണം, ഒരു അഡൽറ്റ് മനസ്സിലാക്കണം. If the child personality is to be helped to develop as the child is weaker, the adult with his stronger personality must hold himself in check and taking his lead from the child. Feel proud if he can understand and follow him. എന്താ പറഞ്ഞേ, കുട്ടിയുടെ ഈ ചൈൽഡ് പേഴ്സണാലിറ്റി, നമ്മൾ കുട്ടിയുടെ വ്യക്തിത്വമാണ്. ചൈൽഡ് പേഴ്സണാലിറ്റി എന്താ, കുട്ടിയുടെ വ്യക്തിത്വം. ഈ കുട്ടിയുടെ വ്യക്തിത്വം എന്റെ സംസാരം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. മലയാളം വേർഡ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് ഇതുണ്ടെങ്കിൽ പറയണം. മാം, ഇതില് ഈ സെക്കൻഡ് പ്ലേസ് എന്നുള്ളത് എന്താ ഉദ്ദേശിച്ചത്? അതിന്റെ മൊത്തത്തിൽ എന്താ അതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. മസ്റ്റ് ടേക്ക് സെക്കൻഡ് പ്ലേസ്, മസ്റ്റ് റിയലി നമ്മളെ ഫസ്റ്റ് ഒന്നാം സ്ഥാനത്ത് എത്തണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കൂലേ, ടീച്ചറും കുട്ടികളൊക്കെ നമ്മൾ എന്താ, കുട്ടികൾ ഫസ്റ്റ് എത്തണം അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. പക്ഷെ മറിയാം മോണ്ടിസോറിയുടെ മെത്തേഡിൽ അങ്ങനെ ഇല്ല. രണ്ടാം സ്ഥാനത്ത് എത്തണം, ഫസ്റ്റിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കുട്ടികൾ ഏത് സ്ഥാനത്ത് എത്തിയാലും അവരുടെ മൈൻഡ് കറക്റ്റ് ആയിരിക്കണം. സ്ഥാനത്തിനല്ല അവര് ഫസ്റ്റ് മേടിക്കുക, സെക്കൻഡ് മേടിക്കുക, അതിലെല്ലാവർക്കും പ്രയോറിറ്റി.
അവരുടെ ബുദ്ധി വികസികൾ സ്വന്തം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡൽട്ട് മസ്റ്റ്, ഒരു കുട്ടി മനസ്സിലാക്കണം ദാറ്റ് ഹി മസ്റ്റ് ടേക്ക് സെക്കൻഡ് പ്ലേസ്. അവർ 2ാം സ്ഥാനം നേടിയില്ല. അപ്പൊ ഫസ്റ്റിൽ അവിടെ പ്രയോറിറ്റി ഇല്ല. ഓക്കെ ഫസ്റ്റ് നമുക്ക് ആർക്കും പേടി. ഫസ്റ്റ് എങ്ങനെ നമ്മൾ ഒരു ഫസ്റ്റ് പേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പേരൻസും എന്തെന്നാ പറയാ കുട്ടികളോട്, നിങ്ങൾ എല്ലാത്തിലും പോയി ഫസ്റ്റ് ആവണം. ആരെങ്കിലും സെക്കൻഡ് പേടിക്കണമെന്ന് ആരെങ്കിലും പറയൂ? ഞാൻ ഫസ്റ്റ് പേടിക്കണ്ട, സെക്കൻഡ് മതിയെന്ന് നമ്മൾ നമ്മുടെ മക്കളോടായാലും നമ്മൾ പറയില്ല. ടീച്ചർമാർ പോലും പറയോ? ഇല്ല. കുട്ടികളെ ഫസ്റ്റ് പേടിക്കണം, ഫസ്റ്റ് ആവണമെന്ന് മാത്രമേ നമ്മുടെ സ്കൂളിലായാലും നമ്മളായാലും മക്കളോട് പറയുള്ളൂ. അപ്പൊ എല്ലാവരും മുമ്പിൽ ഫസ്റ്റ് എന്നുള്ള ഇതാണ്. ഓക്കെ, ഇവിടെ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡിൽ അങ്ങനെ ഇല്ല. ഫസ്റ്റിന് പ്രയോറിറ്റി ഇല്ല. ഫസ്റ്റ് അമ്മയ്ക്കും ടീച്ചറിനും കൊടുക്കണമെന്നായാലും അങ്ങനെയല്ല, അമ്മയും മനസ്സിലാക്കണം. അമ്മയും ടീച്ചറും ഫസ്റ്റ്, സെക്കൻഡിൽ കുട്ടിയായിരിക്കണം എന്നൊരർത്ഥം വന്നാലോ? ഇപ്പൊ ഇതില് പറഞ്ഞേക്കുന്നത് അഡൽട്ട് റിയലൈസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് ഒരു അഡൽട്ട് റിയലൈസ് ചെയ്യണം, മനസ്സിലാക്കേണ്ടതാണ്. ഹി മസ്റ്റ് ടേക്ക് സെക്കൻഡ് പ്ലേസ്. അവൻ സെക്കൻഡ് പ്ലേസ് ആകണമെന്നും ഓൾ ദ എയിംസ്, അവരുടെ അച്ഛന്റെയും അവരുടെ ടീച്ചറിന്റെയും എല്ലാ എയിംസും നേടണമെന്നും ഒരു മുതിർന്ന കുട്ടി വിചാരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, മനസ്സിലാക്കണം. ഓക്കെ, അത് മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സാധാരണ ടീച്ചിങ് മെത്തേഡ് ആണെങ്കിൽ ഒരു മുതിർന്ന കുട്ടിയോട് നമ്മളൊക്കെ പറയണത് എന്താ? ഫസ്റ്റ് ആയിരിക്കണം. ഇവിടെ ഫസ്റ്റിന് പ്രയോറിറ്റി ഇല്ല. ഇവിടെ പഠിപ്പിനേക്കാളും പ്രയോറിറ്റി വർക്കിനാണ്, തിയറീസിനാണ്. അവരെന്താ വർക്ക് ചെയ്യണേ, അവരെന്താ പ്രാക്ടിക്കൽ ചെയ്യണേ. നമ്മളത് പറഞ്ഞു. മോണ്ടിസോറി മെത്തേഡിൽ കൂടുതൽ സെൻസറി ആക്ഷൻസിനാണ് ഇമ്പോർട്ടന്റ്. സെൻസറി മോട്ടോർ സ്കിൽ ഇല്ലേ? മോട്ടോർ സ്കിൽ എന്താ? നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികൾ, അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് മറിയ മോണ്ടിസോറി കൊടുക്കണത്. ഓക്കെ, നമുക്ക് ഇതിന്റെ അർത്ഥം പിന്നീട് വരും. കുറച്ച് കഴിയുമ്പോ എന്താണുള്ളത് ലാസ്റ്റ് മനസ്സിലാവും. ഓക്കെ, എന്തായി സെക്കൻഡ് പ്ലേസ് എന്ന് പറഞ്ഞത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് ചൈൽഡ് ഇതില് പറയണത് എന്താന്ന് നോക്കാം. അഡൽട്ട് മസ്റ്റ് റിയലൈസ് ദാറ്റ് ഹി മസ്റ്റ് ടേക്ക് സെക്കൻഡ് പ്ലേസ്. എന്തായാലും സെക്കൻഡ് പ്ലേസ് മേടിക്കണം. വെഞ്ചർ ഓൾ ദ എയിംസ്. ആരെയാണ്? മദർ ആൻഡ് ടീച്ചർ. അവരെ അമ്മയുടെയും ടീച്ചറുടെയും എല്ലാ ലക്ഷ്യങ്ങളും മുതിർന്നയാൾ നേടിയെന്ന് അവർക്ക് നേടിക്കണം. If the child personality is to be helped to develop. അപ്പൊ ഈ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി, ഒരു കുട്ടിയുടെ വ്യക്തിത്വം, ആ ഒരു കുട്ടിയുടെ വ്യക്തിത്വം അവര് വികസിപ്പിക്കാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് ആര് ഹെൽപ്ഡ് ആവും? സഹായിക്കണമെങ്കിൽ എന്ത് വേണം? ആസ് ദ ചൈൽഡ് ഈസ് വീക്കർ. കുട്ടി ഒരു വീക്ക് ആയിരിക്കണം, ദുർബലരായിരിക്കണം. അല്ലെങ്കിലോ ദ അഡൽട്ട് വിത്ത് ഹിസ് സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി മസ്റ്റ് ഹോൾഡ് ഹിംസെൽഫ് ഇൻ ചെക്ക്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ ശക്തനായ വ്യക്തിത്വമുള്ള ഒരു നല്ല സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി ഉള്ള ഒരു മുതിർന്നയാളാണെങ്കിൽ സ്വയം നിയന്ത്രിക്കണം, സ്വയം കൺട്രോൾ ചെയ്യണം. ഓക്കെ, പിന്നെന്താ? കുട്ടിയിൽ നിന്ന് നേതൃത്വം വഹിക്കണം, കുട്ടിയിൽ നിന്ന് പഠിക്കണം, നേതൃത്വം വഹിക്കണം. അങ്ങനെ മനസ്സിലാക്കാനും പിന്തുടരാനും കഴിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫീൽ പ്രൗഡ്, നമ്മൾക്ക് അഭിമാനിക്കാം. ഇഫ് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ ഹിം. ഒരു യഥാർത്ഥ സ്വതന്ത്രനും ഒരു വ്യക്തിയായിട്ട് വളരണമെങ്കിൽ ഇമ്പോർട്ടന്റ് ലൈബ്രറി ചൈൽഡ് ഫോം ഹിസ് റോൾ ഓഫ് ഡിപെൻഡൻസി ഇൻ അഡൽട്ട്. ഒരു അഡൽട്ടിനെ നമ്മൾ എന്ത് ചെയ്യാം? മുതിർന്നവരെ ആശ്രയിക്കുന്നത് കുട്ടിയിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് പ്രധാനം. നമ്മൾ ആരും മുതിർന്നവരെ ആശ്രയിക്കരുത്. സ്വന്തമായിട്ട് കുട്ടി പ്രയത്നിക്കണം. ഇതിലിപ്പോ സെക്കൻഡ് പ്ലേസ് എന്ന് ചോദിച്ചല്ല. എന്താ? നമ്മൾ എല്ലാ കാര്യത്തിലും പാരന്റ്സിനെ ടീച്ചേഴ്സിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികളായാലും നമ്മൾ അവരെ പുറകെ നിന്ന് അത് പഠിച്ചാ ഇത് പഠിച്ചാലും അവർക്ക് സ്വയം തോന്നണം, അവർ സ്വയം പ്രയത്നിക്കണം, സ്വയം എടുക്കണം. ഓക്കെ, ഒരു അഡൽറ്റിനെ അവർ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിലെ അഡൽട്ട് എന്ന് പറയുന്നത് കുട്ടി തന്നെയാണോ? അഡൽട്ട് എന്നും ചൈൽഡ് എന്നും പറയുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആയത്. അഡൽട്ടും കുട്ടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അഡൽട്ട് എന്ന് പറയുന്നത് ഒരു മുതിർന്ന പൗരനല്ലേ നമ്മൾ അഡൽട്ട് എന്ന് പറയാം. ഒരുവിധം ഒരു മുതിർന്ന ഒരാളെയാണ് അഡൽട്ട് എന്ന് പറയാം. ചൈൽഡ് എന്ന് പറയുന്നതാണ് കുട്ടി. സൊസൈറ്റി എന്നുള്ളതാണോ ഈ ഒരു അഡൽട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുറമേയുള്ള ആ കുട്ടിയുടെ ജീവിക്കണ ആ ഒരു സമൂഹം, ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൽ അഡൽറ്റ് വേറെ കാറ്റഗറി, ചൈൽഡ് എന്ന് പറയുന്നത് വേറെ കാറ്റഗറി.
അഡൽറ്റിനെ മുൻനിർത്തിയിട്ട് ഈ ചൈൽഡിനെ നമ്മൾ അഡൽറ്റ് ഇതിന്റെ നെക്സ്റ്റ് പാരാഗ്രാഫില് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒബ്സർവേഷനിൽ ഫസ്റ്റ് പറയുന്നുണ്ട് ദ അഡൽറ്റ് പ്രോക്രിയേറ്റ്സ് വൈൽ ദ ചൈൽഡ് ക്രിയേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ അഡൽറ്റ് ക്രിയേറ്റ് ചൈൽഡ് സൃഷ്ടിക്കുകയാണ് ചൈൽഡ് ഉണ്ടാക്കുന്നത് ക്രിയേറ്റ് ചെയ്യുമ്പോ അതിനോടൊപ്പം തന്നെ അഡൽറ്റ് മുമ്പേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഡൽറ്റ് അതിന് മുമ്പേ എന്തായിട്ടുണ്ട് പ്രോക്രിയേറ്റ് കുട്ടി ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോ അതിന് മുമ്പേ അഡൽറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടി ചെയ്യണത് തന്നെ ഒരു അഡൽറ്റും ചെയ്തു പക്ഷെ ചൈൽഡ് യൂസ് എൻവയോൺമെന്റ് ഇവിടെ ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇത് നിങ്ങൾക്ക് ആയിട്ടില്ല ലാസ്റ്റ് എന്താ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോ അഡൽറ്റ് ഒരു വിധം കഴിഞ്ഞ അഡൽറ്റ് അവിടെ നിർത്തി അഡൽറ്റ് പിന്നെ ടോപ്പിലെത്തി അവരൊക്കെ ചെയ്ത് അവർ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവരെന്തെന്നാ അവിടെ എത്ര ദ ടോപ്പ് സ്പീഷ്യസ് ബട്ട് ദ ചൈൽഡ് ഇന്ററാക്ട് എൻവയോൺമെന്റ് അബ്സോർബൻഷൻസ് അവര് പിന്നെ അവരെ വളരണില്ല അഡൽറ്റ് പിന്നെ അവിടെ നിർത്തി അതാണ് ശരിക്കും ഈ സൊസൈറ്റിയിൽ പോണത് പക്ഷെ ഒരു കുട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവന് സ്വന്തമായിട്ട് അവൻ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ അവൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോ അവൻ ഒരുപാട് ലോകങ്ങൾ അറിയണം അവൻ ആരെ ആശ്രയിക്കണില്ല അഡൽറ്റ് എന്തായി അഡൽറ്റ് ക്രിയേറ്റ് ചെയ്ത് പോയി മുകളിലെത്തിയപ്പോ അവിടെ നിന്നു പക്ഷെ താഴേന്ന് ഒരു ചൈൽഡ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് മോളിൽ വന്നാലും ഇവൻ അവിടെ നിൽക്കാണ് പക്ഷെ ഇവന് പിന്നെ മോളിലോട്ട് പോകാൻ പറ്റണില്ല കാരണം ഇവൻ പിന്നെ ക്രിയേറ്റ് ചെയ്തത് ഇവൻ വന്ന സാഹചര്യവും ഈ ചൈൽഡ് വന്ന സാഹചര്യവും വ്യത്യാസമുണ്ട് ചൈൽഡ് വന്നത് എങ്ങനെ ചൈൽഡ് സ്വന്തമായിട്ട് പ്രയത്നിച്ച് സ്വന്തമായിട്ട് കണ്ട് സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് വളർന്നതാണ് അപ്പൊ ഇവന് മോളിൽ ഈ ഇതിന്റെ എത്തുമ്പോ മോളിലെത്തിയാലും ഇവൻ അതിന്റെ മുകളിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചൈൽഡിന് അറിയാൻ പറ്റും പക്ഷെ ഈ അഡൽറ്റ് ആരെയും അതിന്റെ അത് കൊണ്ട് മുന്നേ ഈ ചൈൽഡ് ആവണേന് മുമ്പേ ക്രിയേറ്റ് ചെയ്ത് മോളിലെത്തിയെങ്കിലും എവിടെ എത്തിയിട്ടില്ല മോളിലെത്തി അവിടെ നിർത്തി സ്റ്റോപ്പായി അത് പിന്നീട് നമുക്ക് വരും ആ പോയിന്റ്സ് ഹെയർ ഒബ്സർവേഷൻസിൽ ഇത് ഹെയർ എന്ന് പറയുന്നത് ആരാ നമ്മുടെ മറിയാം മോണ്ടിസോറി സ്കൂൾ തുടങ്ങാനും ഇതുപോലെ അഡൽറ്റിനെയും ചൈൽഡിനെയും കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സ്കൂൾ തുടങ്ങുന്നത് അതിന്റെ ഒബ്സർവേഷൻസ് നമുക്ക് ഇതിൽ വരുമ്പോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞു തരാം ഇപ്പൊ ഇതില് ഈ പാരാഗ്രാഫിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും സെക്കൻഡ് പ്ലേസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഞാൻ കറക്റ്റ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഓക്കെ ഇപ്പം 30 വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത് ഡൗട്ട് ഉണ്ട് മാം ഈ ഒരു അഡൽട്ട് എന്ന് പറയുന്നതും ചൈൽഡ് അതെന്തിനാണെന്നുള്ള ഒരു സംഭവം എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് അവിടെ അഡൽട്ട് ചൈൽഡിനുള്ള അത് ഈ ഒരു ചൈൽഡ് വലുതായിട്ട് തന്നെയല്ലേ അഡൽട്ടിലെത്തുന്നത് അപ്പൊ ഈ ഒരു തിയറി പ്രകാരം ആ ചൈൽഡും ആ ഒരു അഡൽട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ അവനും അവിടെ സ്റ്റോപ്പ് ആവുന്നില്ലേ അത് മോണ്ടിസോറി മെത്തേഡ് പ്രകാരം പഠിച്ച കുട്ടിക്ക് വേറെ വ്യത്യാസം ഉണ്ട് എന്ന് ആണോ ഉദ്ദേശിക്കുന്നത് മോണ്ടിസോറി മെത്തേഡ് പ്രകാരം ഈ കുട്ടി പഠിച്ചു വളർന്നത് ക്രിയേറ്റ് ചെയ്യണത് അഡൽറ്റ് എന്ന് പറയണത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതല്ല സാധാരണ ലെവലിൽ വന്നത് അപ്പൊ ഈ മോണ്ടിസോറി മെത്തേഡ് അതാണ് മോണ്ടിസോറി മെത്തേഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത കുട്ടിയാണ് മുകളിലോട്ട് പോണത് ഈ കുട്ടി അങ്ങനെ വരുന്നില്ല അഡൽറ്റ് അങ്ങനെയല്ല വളർന്നേക്കണേ അഡൽറ്റ് സാധാരണ സമൂഹത്തിൽ സാധാരണ സ്കൂളില് സാധാരണ ഇതിൽ വളർന്നത് അവരുടെ പാരന്റ്സിന്റെ പ്രതീക്ഷകൾ അങ്ങനല്ല മറിയാം മോണ്ടിസോറി വികസിപ്പിച്ച കുട്ടിയാണ് ഈ ചൈൽഡ് എന്ന് പറയുന്നത് അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം ഓക്കെ മാം അത് ഈ കുട്ടികളുടെ ചിന്താശേഷി ഡെവലപ്പ് ചെയ്യുന്ന അതല്ലേ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഡെവലപ്പ് ചെയ്ത് മോണ്ടിസോറി മെത്തേഡിലൂടെ കുട്ടികളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ആ ബേസിലല്ലേ ആ സെന്റൻസ് പോയിരിക്കുന്നത് ഇതില് നമ്മുടെ കുട്ടികളുടെ മെന്റൽ എന്ന് പറയുന്നത് അഡൽറ്റിലെ കുട്ടികളെ കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ മറിയാം മോണ്ടിസോറി ഇത് പറയണത് അപ്പൊ അത് കമ്പയർ ചെയ്തിട്ട് കുട്ടികളുടെ ഇതും അഡൽറ്റിന്റെ ഇതും രണ്ടാണ് അത് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം ഒബ്സർവേഷനിൽ നമ്മൾ ആ ഫുള്ള് ലാസ്റ്റ് ആ ഒബ്സർവേഷൻ ഫുള്ള് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഓക്കെ ഇതിലേതാ കുട്ടീനെ കണ്ട ഇതിൽ കുട്ടിയുടെ ചൈൽഡിന്റെ പ്രായം കൊടുത്തേക്ക് നോക്കിയേ 3.5 വയസ്സുള്ള ഒരു കുട്ടീനെയാണ് ശരിക്കും നമ്മൾ മോണ്ടിസോറി മെത്തേഡ് പ്രകാരം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ഈ 3.5 വയസ്സുള്ള ഒരു കുട്ടീനെ നമ്മൾ അഡൽറ്റ് ആയിട്ട് പറയില്ല നമ്മൾ പറയോ 3.5 വയസ്സുള്ള ഒരു കുട്ടി അഡൽറ്റ് ആണെന്ന് ഇല്ലല്ലോ ഓക്കെ അപ്പൊ നമ്മൾ ബാക്കി ഞാൻ ഇതൊക്കെ ഈ ഒബ്സർവേഷൻ കൂടി കഴിയുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ ഓക്കെ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി വേറെ ഒന്നും നോക്കണ്ട ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആക്കി തരാം ഓക്കെ താങ്ക് യു താങ്ക് യു മാം ഓക്കെ
അതിന്റെ കാര്യം കൂടുതലും ഈ ഡൗട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ ക്ലാസ് ഒന്നും നീങ്ങില്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടൊക്കെ പോകണ്ടല്ല. ഞാൻ എഴുതാം. Thank you, ma'am. താങ്ക് യു.